ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സ്പ്രിംഗ് ഓനിയൻ വെച്ചിട്ട് നമുക്കൊരു മുട്ട വറുത്ത ഉണ്ടാക്കാം. ആദ്യം സ്പ്രിംഗ് ഓനിയൻ എടുത്തിട്ട് നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. നല്ല ചെറുതായിട്ട് അരിയാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ട് അതും ഇതുപോലെ ചെറുതായിട്ട് അരിയാം. എന്നിട്ട് നമുക്ക് രണ്ടും കൂടി എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 മുട്ട എടുത്ത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഈ പൊട്ടിച്ച മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കുക. നല്ല പത വരുന്ന രീതിയിൽ നല്ല രീതിയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓനിയനും പിന്നെ മുളകും എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഒരുവിധം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി എടുത്തിട്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ചെറുതായിട്ട് അരിയണേ. ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സിങ് ഏകദേശം കഴിയുമ്പോൾ നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇന്ന് ഞങ്ങളിത് കഴിക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെയാണ്. ചോറും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ട വറുത്തതും പിന്നെ കുറച്ച് ക്യാരറ്റ് തോരനും തൈരും. സ്പ്രിംഗ് ഓനിയന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ഒരുപാട് നല്ല വൈറ്റമിൻസ് അടങ്ങിയതാണ്. വൈറ്റമിൻ എ, B1, B2, B3, B5, C, K, E അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.